ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിരിയുന്നത് ആണ്. രാത്രിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിരിഞ്ഞ് വരുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ രാത്രി അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെറസിലാണ്, ഈ ചട്ടിയിലാണ് ഇപ്പോൾ ഈ ഇത് വിരിഞ്ഞ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്, രാത്രിയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് വിരിഞ്ഞ് വരുന്ന കാഴ്ച നല്ല കാഴ്ചയാണ്, നല്ല രസമാണ്. നമ്മൾ നോക്കിക്കുമ്പോൾ തന്നെ അത് വിരിഞ്ഞുകൊണ്ടേ നിൽക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാലും കാണൂല. അത് വിരിഞ്ഞ് വരുന്ന ഓരോരോ ടൈമും ഏകദേശം ഒരു 3/4 മണിക്കൂർ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് വന്നത്. അതായത് 7 മണി മുതൽ 7:45, 8 മണി ആകുമ്പോഴേക്ക് ഏകദേശം ഫുള്ളായിട്ട് വിരിഞ്ഞ് വന്നത്. നല്ല രസമാണ് അത് വിരിഞ്ഞ് വരുന്നത് കാണാൻ. വളരെ മനോഹരമായൊരു പൂവാണ്. അത് നമ്മൾ രാത്രി തന്നെ അതിൻ്റെ വീഡിയോത്ത് പോയിട്ട് മൊബൈലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റൊക്കെ വെച്ചിട്ട് ആണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം വിരിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ ആ പൂപ്പൊടി ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നാലും നമുക്കത് കാണാൻ കഴിയില്ല. ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നത് ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളിത് എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കൂടിക്കണ്ടായിരുന്നു. ഇപ്പം ഏകദേശം വിരിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ തുടങ്ങി. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഇത് വിരിഞ്ഞ് വരുന്നത്. ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നത് നമുക്കത് കാണാൻ നേരെ നോക്കിയാൽ കാണാൻ കഴിയില്ല. പക്ഷെ അത് വിരിഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അല്ല, ഓരോ മിനിറ്റും അത് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്ര സൂക്ഷ്മമായ ക്യാമറകളൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പം കാണാൻ കഴിയും. ഞാനത് ഫുള്ളതൊരു വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് കയറി. പക്ഷേ അത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ വിരിഞ്ഞ് വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. ഞാനതിലേക്ക് നോക്കി നിന്നിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നത് അറിയുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ കാണുന്നില്ല. എന്തൊരു അത്ഭുതമല്ലേ ഇതിങ്ങനെ. ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ പൂമ്പൊടിയൊക്കെ എടുത്ത് പിന്നെ നമുക്ക് പരാഗണം ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ നടുക്കൊരു ചെറിയൊരു കൂമ്പ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഈ പൂമ്പൊടി ഉണ്ടാകുക. അത് നമ്മളെന്തെങ്കിലും ഒരു പേപ്പറിലൊക്കെ എന്തെങ്കിലും തട്ടിയെടുത്തിട്ട് ഈ നടുക്ക് വന്നിരിക്കുന്ന ആ കൂമ്പിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് ഇത് പരാഗണം നമ്മൾ കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് പരാഗണം. ഇനി അതൊന്നും ആവശ്യമില്ല. മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ പകൽ നേരം പോലത്തെ കഴിഞ്ഞാൽ തേനീച്ചകൾ തന്നെ പരാഗണം ചെയ്യും. എത്ര മനോഹരമാണെന്നറിയാം ആ പൂവ്. അത് കാണാൻ നല്ല രസമാണ്. രാത്രിയിൽ ആ പൂവ് മാത്രം, വേറൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വേറൊന്നും കാണില്ല, പൂവ് മാത്രമേ കാണുന്നുള്ളൂ. വളരെ മനോഹരമായ പൂ. ഇതിന് മുമ്പ് ഒരു പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പക്ഷെ അത് കായായില്ല, അത് കായ് പിടിച്ചില്ല. എന്താ സംഭവിച്ചത് അറിയില്ല. ഇനി ഇത് പിടിക്കാവോ ഇല്ല ഒന്നും അറിയില്ല. അത് ഞാൻ രാത്രിയിൽ പരാഗണം ചെയ്ത് കൊടുത്താൽ പറ്റുക. അത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞ കളറായി കഴിഞ്ഞാൽ അത് വീണ് പോയി. ഇതിന് എന്താ അറിയില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഈ ഇസ്രായേലി യെല്ലോ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിന് മറ്റുള്ളൊരു പൂവെന്നുള്ള പൂമ്പൊഴി എടുത്തിട്ട് പരാഗണം ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് അത് ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടത്. ഇനി 1-2 കൂടി പരീക്ഷിച്ച് നോക്കിയാലേ ഇപ്പോൾ അറിയാൻ കഴിയും. വേറൊരു പൂവെന്ന് എടുത്തിട്ട് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാവുമെന്നൊക്കെയാണ് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത്. പക്ഷേ അമേരിക്കൻ റെഡ് ബ്യൂട്ടി തന്നെ അത് നല്ല ഒരേ പൂവ് തന്നെ എടുത്ത് കഴിഞ്ഞ് പരാഗണം ചെയ്താൽ മതി. അമേരിക്കൻ റെഡ് ബ്യൂട്ടിയോ അങ്ങനെ ഏതൊരു സൈസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ബക്കറ്റിൽ 2 ബക്കറ്റിലായിട്ട് 2 സൈസാണ്. അത്
രണ്ട് സൈസിലും ഇപ്പം രണ്ട് പൂവ് വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലും ചിലപ്പോൾ ഇതിലും കായ് ഉണ്ടായിട്ടില്ലെങ്കിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം ചെയ്ത് കൊടുക്കണം. രണ്ടും വേറെ വേറെ. ഇപ്പോൾ ഏകദേശമൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടോ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വിരിഞ്ഞ് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വിരിഞ്ഞ് നിൽക്കുന്നത് മാത്രമേ കാണാൻ കഴിയുന്നു, വിരിയുന്നത് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അത്ഭുതം. ഇപ്പോൾ നേരം വെളുത്ത് പോയൊക്കെ. അപ്പോൾ ഈച്ചകളൊക്കെ പരാഗണം നടക്കുന്നുണ്ട്, തേനീച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വിരിഞ്ഞ് ഇനിയിപ്പോൾ ഏകദേശം ഒരു 8-9 മണിയോട് കൂടിയായി കൂടിപ്പോവും.